നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞങ്ങള് മാധവന്റെ വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് നടത്തുമ്പോഴാണ് വിക്രം മോന്റെ ഫോൺ ഇങ്ങോട്ട് വരുന്നത്. ഓ അത് ശരി. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. എനിക്ക് പരിചയമുള്ള ഫാർമസിസ്റ്റിനോട് ചോദിച്ചിട്ടാ ടോണിക് വാങ്ങിയത്. ഗർഭിണികൾക്ക് ആരോഗ്യത്തിന് വളരെ നല്ലതാ. എന്നയുടെ അച്ഛമ്മയുടെ വക ഏതോ ആയുർവേദ കഷായം തയ്യാറാക്കുന്നുണ്ടെന്ന് കേട്ടായിരുന്നു. എന്നാ അത് നല്ല മധുരമുള്ള കഷായായിരിക്കും. വേപ്പിൻപട്ട കഷായം. ബേജാറാവാതെ ഹരിതേ, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. എന്തിനേച്ചി ഈ കാശില്ലാത്ത നേരത്തെ ഇതൊക്കെ വാങ്ങാൻ പോയത്? ഒരു സഞ്ചി നിറച്ച സാധനങ്ങളുമായിട്ട് ചേട്ടൻ വന്നിട്ട് പോയതേ ഉള്ളൂ. വന്നിരുന്നോ? ആശുപത്രിയിലെ തെറാപ്പി റൂമിലും വന്നിരുന്നു. ഏതോ പ്രസന്റേഷൻ നീട്ടിയിട്ട് ഹരിതയ്ക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ വാങ്ങിയില്ല. സഹോദരിക്ക് പ്രസന്റേഷൻ സഹോദരൻ നേരിട്ട് കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു. എന്നിട്ട് ജഗനളിയൻ അക്കാര്യം ഞങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ. പറയില്ല. എന്നെ കറക്കി എടുക്കാൻ വേണ്ടി ഒരു നമ്പരും ഇട്ട് നടക്കല്ലേ വൃത്തിയിട്ടവൻ. മോൾക്ക് എങ്ങനെയുണ്ട് ചേച്ചി? വളരെ ഭേദമുണ്ട്. ഇനി എക്സസൈസ് ഒക്കെ ഞാൻ വീട്ടില് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചാ മതി. സന്തോഷായി. ഞാൻ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ദേമോൾ ഓടിക്കളിക്കുന്നത് കണ്ടാ മതി. അതൊക്കെ നടക്കും. എന്ന് ഞാൻ റൂമിലേക്ക് ചെല്ലട്ടെ. എന്താ നോക്കട്ടെ. നമുക്ക് ഹരിതമോളെ ഒന്ന് കാണാൻ പോണ്ടേ? ദേ, മകള് ഗർഭിണിയാണെന്നറിഞ്ഞ ആദ്യം കാണാൻ ചെല്ലേണ്ടത് നമ്മള് സ്വന്തം അച്ഛനമ്മമാരല്ലേ? അങ്ങനെ ഒരു നിയമമുള്ളതായിട്ട് ഞാനെങ്ങും വായിച്ചിട്ടില്ല. നക്കി തിന്നാൻ നല്ലുപ്പില്ലെങ്കിലും വയറ്റിലുണ്ടാക്കാൻ അറിയാമോ നശിച്ചവന്. ഒന്ന് പതുക്കെ പറയൂ. മനോജിനോട് വൈരാഗ്യം ഉണ്ടെങ്കിലും മകൾക്കൊരു കുഞ്ഞുണ്ടാകാൻ പോകുന്നെന്ന് വിവരം അറിഞ്ഞ നമ്മൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? അപ്പൂപ്പാന്ന് വിളിച്ച് എഴിഞ്ഞു നടന്നു വരുന്ന പേരക്കിടാവിനെ കുറിച്ച് ഒന്ന് ഓർത്തു നോക്ക്. കുഞ്ഞിനെയൊക്കെ ഒന്നെടുത്ത് ഒന്ന് ഉമ്മ വെച്ച് ലാളിക്കാനൊക്കെ തോന്നില്ലേ? ദേ, നിങ്ങൾ മോളെ കാണാൻ വന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം. പെറ്റ തള്ളയ്ക്ക് പ്രസവിക്കാൻ പോകുന്ന മകളുടെ തന്ത്രപ്പാടറിയൂ, ബുദ്ധിമുട്ടറിയൂ. വിക്രമാണല്ലോ. ഇവനെന്തിനാ ഇപ്പൊ വിളിക്കുന്നത്? ഹലോ മോനെ, എന്തൊക്കെയാണ് വിശേഷം? നല്ല വിശേഷങ്ങൾ കുറുപ്പ് സാറേ. പിന്നെ പ്രധാന വിശേഷം സാറിന്റെ മകൾ ഹരിതയ്ക്കല്ലേ. ഞാൻ മാധവ് നായർ, സോറി, എന്റെ അമ്മായച്ചന്റെ വീട്ടിലേക്ക് പുറപ്പെടുകയാണ്. കുറുപ്പ് സാർ വരുന്നില്ലേ? വരുന്നുണ്ട്. സത്യത്തിൽ ഞാൻ പോകുന്നത് എന്റെ സഹോദരിയെ കാണാനാ. സഹോദരിയെ കാണാൻ? അങ്ങനെയാ മനസ്സിലൊരു ഫീലിംഗ്. സത്യമായിട്ട് അങ്ങനെ ഒരു ഫീലിംഗ് ആണ് എനിക്ക്. സഹോദരിയെ കാണാനായിട്ട് അവിടെ വിക്രമിന്റെ ഏത് സഹോദരി? മനസ്സിലായില്ല മോനെ, മനസ്സിലായില്ല, തീരെ മനസ്സിലായില്ല എനിക്ക്. എന്റെ കല്യാണത്തിന് അച്ഛന്റെ സ്ഥാനത്ത് നിന്നത് കുറുപ്പ് സാറല്ലേ? അതെ, വേറെ ആരും ഇല്ലായിരുന്നു, ഞാൻ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പറഞ്ഞോളൂ. അപ്പോ കുറുപ്പ് സാറിന്റെ മകൾ ഹരിത എനിക്ക് സഹോദരിയല്ലേ സാർ? ഓ അങ്ങനെ. അത് ഞാനങ്ങ് മറന്നു കേട്ടോ. മോനെ, എന്റെ മകളെ വിക്രം മോന്റെ സഹോദരിയായി കാണുന്നതിൽ പരം മറ്റെന്ത് സന്തോഷമാണ് ഈ ലോകത്തെനിക്ക്. ഓ, ഞാനും വരുന്നു. നമുക്ക് മാധവന്റെ വീട്ടിൽ വെച്ച് കാണാം.
ഞങ്ങള് മാധവന്റെ വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് നടത്തുമ്പോഴാണ് വിക്രം മോന്റെ ഫോൺ ഇങ്ങോട്ട് വരുന്നത്. ഓ അത് ശരി. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ശ്ശോ. ആ സുമലതേ, നമുക്ക് മാധവന്റെ വീട്ടിലേക്ക് ഉടനെ പോണം. വിക്രമിന് ഹരിത മോളിപ്പോ പെങ്ങളുടെ സ്ഥാനത്താണ്. വിക്രം വരുന്നുണ്ടീ. ഹോ, മനോജിനെ തെറിയും പറഞ്ഞുകൊണ്ടിരുന്ന മനുഷ്യന് ഓ വിക്രം വരുന്നുണ്ടെന്ന് കേട്ടപ്പോ രീതിയൊക്കെ അങ്ങ് മാറി. ഹും, ഇതാ പറയുന്നത് പണത്തിന് മീതെ പരുന്തും പറക്കില്ലാന്ന്. അതെ, വിക്രമിന്റെ അച്ഛന്റെ സ്ഥാനത്ത് നിന്നത് നേട്ടമായെന്ന് ഇപ്പൊ കുറുപ്പ് സാറിന് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ടടി. ആ, വിക്രമിന്റെ ഏതെങ്കിലും പ്രോഡക്റ്റിന്റെ പരസ്യത്തിൽ കുറുപ്പിന്റെ ഈ മൊട്ടത്തല കയറി പറ്റണം. അതുകൊണ്ട് രണ്ടാണ് നേട്ടം. ഒന്ന്, പരസ്യത്തിന് തല വയ്ക്കാൻ കൊടുത്തതിന് വിക്രം തരുന്നൊരു വമ്പിച്ച പ്രതിഫലം. അത് കൊള്ളാം. അപ്പൊ രണ്ടാമത്തെ നേട്ടോ? ആ, രണ്ട്, കുറുപ്പെന്ന ഈ XMLA ചിത്രം ലോകമെമ്പാടുമുള്ള ജനശ്രദ്ധ ആകർഷിച്ചിരിക്കും. മൊട്ടത്തല കരിങ്കുരങ്ങ് രസായനത്തിന്റെ പരസ്യത്തിന് കൊള്ളാം. നീ എന്റെ ബന്ധുക്കളെ കുറിച്ച് വല്ലതും പറഞ്ഞായിരുന്നോ? ഞാനൊന്നും പറഞ്ഞില്ല. പരസ്യം ഹിറ്റായിരിക്കും പറഞ്ഞതാ. ഞാൻ കേട്ടു കേട്ടു. മോളെ, അമ്മ പോയിട്ട് വരാവേ. മോളെ പോകാൻ വരട്ടെ. അച്ഛമ്മയുടെ മുട്ടുവേദനയുടെ ഗുളിക തീർന്നു. അത് ഇന്നലെ അച്ഛൻ വാങ്ങാൻ മറന്നുപോയി. ഞാൻ തിരിച്ചു വരുമ്പോ വാങ്ങിച്ചോണ്ട് വന്നാ പോരെ അമ്മേ? അയ്യോ, അത് പോരെ മോളെ. രാവിലെ ഗുളിക കഴിച്ചില്ലെങ്കിലേ ഇല്ലാത്ത മുട്ടുവേദന ഉണ്ടാക്കും മുത്തശ്ശി. മോളെ വേണ്ട, ഞാൻ ചുമ്മാ പറഞ്ഞതാ. ശരി അമ്മേ, ഞാൻ പോയി ഗുളിക വാങ്ങിച്ചിട്ട് വരാം. പോമരട്ടെ. എന്താ അമ്മ ഇത്? വന്ദന ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങിയതല്ലേ? അച്ഛമ്മയുടെ ഗുളികയല്ലേ? അത് ഞാൻ വാങ്ങിച്ചുകൊണ്ടുവന്ന പോരെ? നീ എന്താ രാവിലെ നാടകം കളിക്കാണോ? അതോ മനുഷ്യരെ കളിയാക്കാണോ? യോ അമ്മേ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. ഞാനിന്ന് ലീവാ. ആ സ്ഥിതിക്ക് വന്ദന എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് ചോദിച്ചതാ. തെറ്റായി പോയോ? ഞാൻ പോയി അച്ഛമ്മയുടെ ഗുളിക വാങ്ങിച്ചുകൊണ്ട് വരാം. എന്താ അമ്മയത്? ഞാൻ വാങ്ങിച്ചോളാം. അച്ഛമ്മയുടെ ഗുളികയുടെ പേര് എനിക്ക് കാണാപ്പാടാ. പൈസ വേണ്ടേ? അമ്മേ, പ്രകാശൻ അല്പം രുദ്ധിച്ച് പണം ചെലവാക്കുന്നവനാണ് എന്ന് വെച്ച് ഇങ്ങനെ ആക്ഷേപിക്കരുത്. അച്ചമ്മയ്ക്ക് ഗുളിക വാങ്ങിച്ചു കൊടുക്കാനുള്ള മനസ്സൊന്നും പ്രകാശന് നഷ്ടപ്പെട്ടിട്ടില്ല. അങ്കിൾ പറഞ്ഞ് ശരിയല്ലേ മോളെ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.